ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയം ചിന്തയ്ക്കെടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ഞാൻ നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിൻ്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ തുയത്തൈര സഭയുടെ ചില സവിശേഷതകളെയാണ് ഈ 19-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ഒന്ന്, സ്നേഹം. ഇത് ദൈവസ്നേഹത്തെ കാണിക്കുകയാണ്. അഗാപ്പെ എന്ന ഒരു ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ശക്തമായിട്ട് ശരിയായിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മത്തായി സുവിശേഷം 22-ാമത്തെ അധ്യായം 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായി സാധിക്കുന്നുണ്ട്. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒന്നാമത് ദൈവത്തെ സ്നേഹിക്കണം. രണ്ടാമത് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്നേഹിക്കുന്ന വ്യക്തിക്കെതിരായി ഒരു മനുഷ്യനും ഒരു ദുഷ്പ്രവൃത്തി ചെയ്യുകയില്ല. അതേത് സ്നേഹം? അഗപ്പെ എന്നുള്ള ദൈവസ്നേഹം. ഒരു വ്യക്തിയെ നമ്മൾ ആ ദൈവസ്നേഹത്തിൽ സ്നേഹിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്കെതിരായിട്ട് ആരും തന്നെ ഒരു ദുഷ്പ്രവൃത്തിയും ഒരു നാളും ചെയ്യുകയില്ല. കാരണം 1 യോഹന്നാൻ 4:16 ദൈവം സ്നേഹം തന്നെ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 1 യോഹന്നാൻ 4:20 താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. അപ്പോൾ ഒന്ന്, നാം നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. അതെങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ നാം സ്നേഹിക്കുന്നവരായിരിക്കണം. രണ്ടാമത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്നവരായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവം സ്നേഹം തന്നെ. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് അത് കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിപ്പാൻ സാധിക്കും? പ്രിയ ദൈവമക്കളെ, റോമർക്കെഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹം എങ്ങനെയുള്ളതായിരിക്കണം? സ്നേഹത്തിൽ നിർവ്യാജമുണ്ടായിരിക്കും. വ്യാജം കൂടാതെ, കള്ളത്തരങ്ങൾ കാണിക്കാതെ, കപട സ്നേഹം കാണിക്കാതെ നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കണം. അപ്പോൾ ഇവിടെ നാം വായിച്ചു കേട്ട ഈ സഭയോടുള്ള ബന്ധത്തിൽ സഭയിലുള്ള ചിലർ തമ്മിൽ സ്നേഹിച്ചു എങ്കിലും അവർ സ്നേഹത്തെ വിശുദ്ധിയിൽ അവർക്ക് കാത്തു സൂക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം പരാജയപ്പെട്ടു പോയി. ഹല്ലേലൂയ. എന്നും അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ പല സഭകളിൽ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. തമ്മിലുള്ള സ്നേഹം
അത് ആ നാളുകൾ ചിലപ്പോൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഈ സ്നേഹത്തെ അവർക്ക് വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം അവർ പരാജയപ്പെട്ടു. ചിലർ അതിനെ ദുർനടപ്പിലേക്ക് പോകുവാനായി ഇടയായിത്തീർന്നതായിട്ട് നമുക്ക് ത്വയഥൈര സഭയിലൂടെ മനസ്സിലാക്കുവാനായി സാധിക്കുന്നു. അങ്ങനെ സഭയിലുള്ളവരെ തന്നെ ആമേൻ അവർ മലിനപ്പെടുത്തുവാനായിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. സഭയിലുള്ള വ്യക്തികൾ സഭയിലുള്ളവരെ തന്നെ അവർ സ്നേഹിച്ച് സ്നേഹം മുന്നോട്ട് പോയി ആ സ്നേഹം ദുർനടപ്പിലേക്ക് അവരെ നയിച്ച് നിരവധി പേരെ അവർ മലിനപ്പെടുത്തുവാനായിടയായി തീർന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. അവരുടെ 4-ാം തലമുറ വരെ ശാപത്തിൻ കീഴിലായി എന്ന് ഉള്ള ഒരു സത്യം മറന്നു കളയരുത് പ്രിയമുള്ളവരെ. കാരണം സഭയുടെ ഉടമസ്ഥൻ സർവശക്തനായ ദൈവമാണ്. സഭയിലുള്ളവരെ നശിപ്പിക്കുന്ന വ്യക്തിയെ ദൈവം ഒരു നാളും വിടുകയില്ല. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നത്, കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുവാനായിടയായിത്തീർന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ആരും തന്നെ ആ അമിതമായ സ്നേഹം നമ്മിലേക്ക് കടന്നു വന്ന് നാം ആരും തന്നെ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയെ നാം പൊളിക്കരുത്. സഭയുടെ ശുശ്രൂഷകളെ ഞാനും നിങ്ങളും നശിപ്പിക്കരുത്. നാം നിൽക്കുന്ന സഭയ്ക്ക് നാം ഇടർച്ച വരുത്തരുത്. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, സഭയിലുള്ള ഒരു വ്യക്തിയെപ്പോലും നാം ഒരു നാളും വഴിതെറ്റിക്കരുത് എന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സർവശക്തനായ ദൈവം, സ്വർഗസ്ഥനായ പിതാവായ ദൈവം, നമ്മുടെ കർത്താവായ യേശു മിണ്ടാതിരിക്കത്തില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഇവിടെ സഭയുടെ നല്ലൊരു സവിശേഷതയാണ്, നല്ല ഗുണമാണ് സ്നേഹം. ആ സ്നേഹം തെറ്റിലേക്കൊക്കെ പോകുവാൻ വഴിതെളിക്കുവാനായിടയായി തുറന്നു. രണ്ടാമതായിട്ട് സഭയുടെ മറ്റൊരു ഗുണവിശേഷമാണ് വിശ്വാസമുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു. എബ്രായലേഖനം 11:6 ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തി വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരു നാളും സാധ്യമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന വ്യക്തിക്ക്, ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് ദൈവം നിശ്ചയമായി പ്രതിഫലം കൊടുക്കുന്നു എന്നും ഞാനും നിങ്ങളും വിശ്വസിക്കുന്നവരായിരിക്കണം പ്രിയമുള്ളവരെ. മൂന്നാമത് അവരുടെ ഭാഗം അവിടെ പറയുന്നത് ശുശ്രൂഷ എന്നാണ് അവിടെ പറയുന്നത്. കാരണം സഭയിലുള്ള വിശ്വാസികൾ സുവിശേഷം പറയുവാനും പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനുമുള്ള വളരെ ഉത്സാഹമുള്ള ദൈവജനമായിരുന്നു. അവിടെ ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ അവൾ വളരെ ശുഷ്കാന്തിയോടുകൂടി ചെയ്യുന്ന വ്യക്തികളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. നാലാമത്തെ ഭാഗം അവിടെ പറയുന്നത് സഹിഷ്ണുത എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമത്തിൽ ഇയ്യോബിനെ പോലെ തൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വന്ന സമയത്ത്, പ്രതികൂലങ്ങൾ കടന്നു വന്ന വേളയിൽ, എല്ലാവരും കൈവിട്ട വേളയിൽ ഇയ്യോബ് ദൈവത്തോട് പിറുപിറുക്കാതെ, ഇയ്യോബ് പാപം ചെയ്യുവാൻ പോകാതെ പ്രശ്നങ്ങളെ സഹിഷ്ണുതയോടെ ഇയ്യോബ് നേരിടുവാനായിടയായി തീർന്നു. അഞ്ചാമത്തെ ഭാഗം അവിടെ പറയുന്നത് നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു എന്നാണ്. ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും
വർധന ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ചിലർ പറയാണ്, നടുന്ന വേളയിൽ ഒരു കുട്ട എടുത്തു നട്ടു, പറിച്ചപ്പോൾ ഒരു കുട്ടയെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം മാനസാന്തപ്പെട്ട് സ്നാനപ്പെട്ടോ യേശുവിനെ കർത്താവും രക്ഷകനുമായി അംഗീകരിച്ച് ഓരോ മാസങ്ങൾ, ഓരോ ആണ്ടുകൾ കൂടുന്തോറും നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായൊരു വളർച്ച, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഈ സഭയോടുള്ള ബന്ധത്തിൽ ഈ സമയം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ ത്വയ്തേര സഭയുടെ നല്ല സവിശേഷതകളാണ്. ആ നല്ല സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്നേഹമുണ്ടായിരിക്കണം, വിശ്വാസമുണ്ടായിരിക്കണം, ശുശ്രൂഷ ഉണ്ടായിരിക്കണം, സഹിഷ്ണുത ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും നന്നായിരിക്കണമെന്ന് നമ്മെ ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിലേക്ക് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ, വാക്കുമാറാത്ത ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ യേശുവിനെ കർത്താവും രക്ഷകനുമായി അംഗീകരിപ്പാനിടയായിത്തുന്നല്ലോ. അന്ന് മുതൽ ഓരോ നാൾ, ഓരോ ആണ്ടുകൾ കൂടുന്തോറും ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ശക്തമായ ആത്മീയമായ വളർച്ച അവിടെ ഞങ്ങൾക്ക് നൽകി മാനിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളുടേക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.